തലമുറയുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ ഒരു ദൈവിക ഇടപെടൽ നടക്കുമെന്നുള്ള ദൈവശുദ്ധമാണ്. ഇന്നലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളോട് സംസാരിച്ചത് ഇസ്ഹാക്കിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു ദൈവിക ഇടപെടൽ നമ്മൾ കണ്ടു. അതിൻ്റെ അടുത്ത ഭാഗം ഒന്ന് സംസാരിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുന്നു. ഉൽപ്പത്തി 24:15. അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോരിൻ്റെ ഭാര്യ മിൽക്കായുടെ മകൻ ബെതുവേലിൻ്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായിട്ട് വന്നു. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കുന്ന ആ സമയത്തുണ്ടായ പെട്ടെന്നുണ്ടായ ദൈവിക ഇടപെടൽ. ഇവിടെ ഇസഹാക്കിൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് അബ്രഹാമിൻ്റെ ദാസനായിരിക്കുന്ന എലയാസർ വളരെ ദൂരെ യാത്ര ചെയ്ത് മെസൊപ്പൊട്ടോമിയയിലെത്തി അവിടെ വെച്ചുണ്ടാകുന്ന ഒരു ദൈവികമായ ഇടപെടൽ സന്ദർശനമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. മരുഭൂമിയിലൂടെ എലയാസർ യാത്ര ചെയ്ത് വരികയാണ്. ഒരു കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ എലയാസറിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ദൈവാത്മാവിനാൽ അവൻ കെട്ടപ്പെട്ടവനായി, ദൈവാത്മാവിനാൽ അവൻ വിധേയപ്പെട്ടവനായിട്ട് അവൻ അവിടെ നിൽക്കുകയാണ്. അവൻ ആത്മാവിലൊരു കാര്യം സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഇത് എൻ്റെ ദൈവിക പ്രവൃത്തിയുടെ, എൻ്റെ യജമാനൻ്റെ മകന് വേണ്ടിയുള്ള ദൈവപ്രവൃത്തിയുടെ ഇടമാണ്. അവൻ ദൈവസേന ചില അടയാളങ്ങൾ പറയുക. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഉദ്ദേശങ്ങൾ നല്ലതാണെങ്കിൽ അതിനകത്തൂടെ ദൈവനാമം മഹത്വപ്പെടുന്നുള്ള ഒറ്റ ആഗ്രഹമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മളെ ദൈവസേന വെക്കുന്ന ചില അടയാളങ്ങളെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ചെയ്തു തരും. ഉത്തമ ഉദാഹരണം ആരാന്നറിയാമോ? ഗിദെയോന് ആടിൻ്റെ തോല് കളം വരച്ചിട്ട് അതിനകത്ത് വെക്കുകയും അതിനകത്ത് മുഴുവനും മഞ്ഞ് നിറയണം, പുറത്ത് മഞ്ഞ് ഉണ്ടാവരുതെന്നും ദൈവസേന പറഞ്ഞു. സംഭവിച്ചു. പുറത്ത് മഞ്ഞ് ഉണ്ടാവണം, അതിനകത്ത് മഞ്ഞ് ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. ഉണ്ടോ? പിന്നത്തേതിൽ അവനെ ദൈവം ധൈര്യപ്പെടുത്തി കടൽക്കരയിലെ മണൽ പോലുള്ളൊരു സൈന്യത്തെ പരാജയപ്പെടുത്തുന്ന ദൈവം ഉപയോഗിക്കുവാൻ ചെയ്തു. സ്തോത്രം. ഇവിടെ അതുപോലൊരു സംഭവം കാണുന്നത്. അബ്രഹാം ഇസ്ഹാക്കിന് വേണ്ടി എലയാസിനെ പറഞ്ഞയച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നത് അബ്രഹാം വെറുതെ ഇരുന്ന് കാണത്തില്ല. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൻ്റെ തലമുറയുടെ ഭാവി സംബന്ധമായ നിർണായകമായ ചില ചുവടുവയ്പ്പുകളിലേക്ക് ഞാൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടോ? ഒരിക്കലും നിങ്ങളുടെ തലമുറ ലജ്ജിക്കപ്പെടുവാൻ, തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തലമുറയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാവി വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവിടെ എലയാസർ ദൈവത്തോട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഞാനിവിടെ നിൽക്കുകയാണ്. ഒരു പെൺകുട്ടി വന്ന് എന്നോട് പറയണം, നിനക്ക് കുടിക്കാൻ ഞാൻ വെള്ളം കോരിത്തരാം, നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ കൊടുക്കാം. അടുത്ത പദമാണ് നമ്മളെ കുറിവാക്യം വായിച്ച. അവൻ പറഞ്ഞു തീരും മുമ്പേ റിബേക്ക കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് അവൾ താഴെ പോയി. ഇന്നത്തെ കൂട്ട് മോട്ടറിൻ്റെ സ്വിച്ചിട്ടാൽ വെള്ളം വന്ന് പമ്പിൽ നിറയുന്നൊരു മണ്ഡലമല്ല. പടികൾ ഇറങ്ങിപ്പോകണം, വെള്ളം കോരിക്കൊണ്ടുവരണം. ആമേൻ. എലയാസിന് കൂടിപ്പോയാൽ 1/2 ലിറ്റർ വെള്ളം കുടിക്കാൻ മതി. പക്ഷെ ഒട്ടകങ്ങൾക്കോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരൊട്ടകമല്ല, മിനിമം ഒരു 5 ഒട്ടകമെങ്കിലും കാണും. ഈ പെങ്കൊച്ചു പറയുക, നിൻ്റെ ഒട്ടകത്തിന് ഞാൻ വെള്ളം കോരി കൊടുക്കാം. നമുക്ക് റിബേക്കയോട് ചോദിക്കാം, നിനക്ക് ഈ സ്ട്രേഞ്ചറായിരിക്കുന്ന, അപരിചിതനായിരിക്കുന്ന ഈ മനുഷ്യനോട് പറയാൻ നിനക്ക് എവിടുന്നാ ഈ ധൈര്യം വന്നേ? നിനക്ക് എവിടുന്നാ ഈ അനുകമ്പ വന്നേ? റിബേക്ക പറയും, ഞാൻ പറഞ്ഞതല്ല, എന്നെക്കൊണ്ട് പറയിക്കുന്നതാണ്. അതേ പ്രിയ ദൈവമക്കളെ, അബ്രഹാമിൻ്റെ ദൈവം എലയാസർ ദൈവസേന പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി എന്നവണ്ണം അവളെ കൊണ്ട് പറയിക്കുകയാണ്, നിനക്ക് ഞാൻ വെള്ളം കോരിത്തരാം, ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരിക്കൊടുക്കാം. അതുപോലെ അവൾ ചെയ്തു കേട്ടോ. വളരെ കഷ്ടപ്പെട്ടു, വളരെ പ്രയാസപ്പെട്ട് ഇഷ്ടംപോലെ വെള്ളം ഒട്ടകങ്ങളെ കുടിപ്പിച്ചു, എലയാസിനും കൊടുത്തു. അവനൊരു കാര്യം മനസ്സിലായി, ദൈവം എൻ്റെ യാത്രയെ സഫലമാക്കിയിരിക്കുകയാണ്. അന്ന് ആ വൈകുന്നേരത്ത് അവിടെ കടന്നില്ലുകയാണ്. ബെതുവേലിൻ്റെ വീട്ടിൽ ലാബാൻ്റെ ഭവനത്തിൽ ചെന്ന് അവിടെ വെച്ച് സംഭാഷണം നടത്തുകയും, ആമേൻ, ഇത് ദൈവത്താലാണ് ഈ കാര്യം വന്നെന്ന് അവർ തിരിച്ചറിയുകയും റിബേക്കയെ എലയാസിൻ്റെ കൂടെ പറഞ്ഞു വിടുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ അവസാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സാറ മരിച്ച് ആ ദുഃഖത്തിലായിരിക്കുന്ന ഇസഹാക്കിനെ റിബേക്ക വന്ന് ആശ്വസിപ്പിക്കുകയും അവൾ അവൻ്റെ ഭാര്യയായി മാറുകയും ചെയ്തപ്പോൾ മാതാവിനെക്കുറിച്ചുള്ള ദുഃഖം എന്നേക്കുമായിട്ട്
ഇസഹാക്കിന് മാറാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, തലമുറയുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദൈവത്തിന് ചില അടയാളം ചോദിക്കുക, ദൈവത്തോട് ചില സൈനുകൾ ചോദിക്കുക. നിശ്ചയമായിട്ട് ദൈവം അത് ചെയ്തു തരും, ഒരു സംശയമില്ല. ആമേൻ. പ്രാർത്ഥിച്ചിട്ട് ചില വിഷയത്തിനകത്ത് വിടുതൽ കിട്ടുന്നില്ലയോ, മെതേഡൊന്ന് മാറ്റ്, പ്രാർത്ഥനയുടെ രീതിക്കൊരു വ്യത്യാസം ഉണ്ടാകട്ടെ, ദൈവനീതി വെളിപ്പെടും, ഒരു സംശയമില്ല. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ ഹൃദ്യമായിട്ട് ഞങ്ങളോട് ഇടപെട്ട ഈ ശബ്ദത്തെ ആത്മാവെ സ്വീകരിക്കുന്നു, അനുഗ്രഹിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.